ഫ്രണ്ട്സ്, അപ്പോൾ ഹിസ്റ്ററി ഓഫ് അനസ്തേഷ്യ എന്നുള്ള എൻ്റെ ഫസ്റ്റ് സെക്ഷനുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഞാൻ സെക്ഷനിലോട്ട് പോകുന്നതിന് മുമ്പേ കുറച്ച് കാര്യങ്ങൾ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ അനസ്തേഷ്യ ടെക്നീഷ്യന്മാർക്ക്, അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അനസ്തേഷ്യ ടെക്നീഷ്യൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഞാൻ ഈ പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എന്നെക്കൊണ്ട് കഴിയുന്നത്ര അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇതിൽ കൂടി ശ്രമിക്കുന്നത്. അപ്പോൾ ആദ്യമേ നമ്മുടെ ഒക്ടോബർ 24 തിയേറ്റർ ടെക്നീഷ്യൻ എന്നുള്ള PSCയുടെ എക്സാം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എടുക്കുന്നത്. നമുക്ക് വളരെ സമയം കുറവാണ്. ആയതിനാൽ തന്നെ ക്വസ്റ്റ്യൻ ആൻസറുകൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് മാത്രമേ പോകുന്നുള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് എടുക്കാനുള്ള സമയമില്ല. കൂടാതെ ഒരു വ്യക്തമായ സിലബസ്, നമ്മുടെ എക്സാമിൻ്റെ സിലബസ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ കിട്ടിയതിന് ശേഷം അതനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകൾ, അതുവരെ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സെക്ഷനായിട്ടായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. ഒരു വട്ടം മാത്രമാണ് PSC എക്സാം വിളിച്ചിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ ആ പാറ്റേൺ കൂടി കണക്കിലെടുത്തായിരിക്കാം നമുക്ക് പിന്നീട് മുമ്പോട്ടുള്ള ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യും. ആഴ്ചയിൽ 2 വീഡിയോ, തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും വൈകുന്നേരങ്ങളിൽ അപ്ലോഡ് ചെയ്യാനാണ് ഇപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞത് സമയം കുറവായതുകൊണ്ട് കഴിയുമെങ്കിൽ പോർഷൻസ് അധികം കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബുധനാഴ്ച കൂടി ഒരു വീഡിയോ ഇടാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നു. കൂടാതെ നമ്മുടെ കൗൺസിലിൽ നിന്ന് കിട്ടുന്ന ന്യൂസുകളോ അല്ലെങ്കിൽ ടെക്നീഷ്യന്മാർ റിലേറ്റ് ചെയ്തിട്ടുള്ളോ അല്ലെങ്കിൽ അനസ്തേഷ്യ റിലേറ്റ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള അഡീഷണൽ ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ടെങ്കിലും അത്തരം വീഡിയോകളും ബുധനാഴ്ച വൈകിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ കൂടി ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എൻ്റെ ഫസ്റ്റ് സെക്ഷനിലോട്ട് കിടക്കുകയാണ്. നിങ്ങളെല്ലാവരും സഹകരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ആക്യുറസിയോട് കൂടിയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പോരായ്മകൾ ഉണ്ടാകാം, ഉറപ്പായും ഉണ്ടാകാം. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ, തിരുത്തുകളുണ്ടെങ്കിൽ അത് കമൻറ്റുകളായിട്ട് നിങ്ങൾക്ക് എന്നെ അറിയിക്കാവുന്നതാണ്. എല്ലാവരും കൂടെ ഉണ്ടാവണം. അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് സെക്ഷൻ ഹിസ്റ്ററി ഓഫ് അനസ്തേഷ്യ എന്നുള്ള ആദ്യത്തെ ക്ലാസ്സിലേക്ക് പറയുന്നത്. ഹിസ്റ്ററി ഓഫ് അനസ്തേഷ്യ. അനസ്തേഷ്യയുടെ ചരിത്രം പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ആദ്യം വരുന്ന ക്വസ്റ്റ്യൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാദർ ഓഫ് അനസ്തേഷ്യ എന്നുള്ളതാണ്. ഫാദർ ഓഫ് അനസ്തേഷ്യ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉത്തരമാണ് WTG മോട്ടൺ, അതായത് വില്യം TG മോട്ടൺ. ഹീസ് ബേസിക്കലി എ ഡെന്റിസ്റ്റ്. അത് കഴിഞ്ഞ് രണ്ടാമത് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട ക്വസ്റ്റ്യൻ നമ്മുടെ വേൾഡ് അനസ്തേഷ്യ ഡേ എന്നാണ് എന്നുള്ളതാണ്. അതും നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഉത്തരമാണ് ഒക്ടോബർ 16. 16 ഒക്ടോബറാണ് നമ്മൾ വേൾഡ് അനസ്തേഷ്യ ഡേ ആയിട്ട് ആചരിക്കുന്നത്. എന്തുകൊണ്ട് നമ്മൾ ഒക്ടോബർ 16 തിരഞ്ഞെടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സക്സസ്ഫുൾ ഈതർ അനസ്തേഷ്യ കൊടുത്തത് 1846 ഒക്ടോബർ 16 ആരാണ് കൊടുത്തതെന്നല്ലേ? നമ്മുടെ ഫാദർ ഓഫ് അനസ്തേഷ്യ WTG മോട്ടറാണ് കൊടുത്തിരുന്നത്. അപ്പോൾ സ്വാഭാവിക സംശയം ഉണ്ടാവാം, ഈതർ എവിടുന്ന് വന്നു? അതെ, ഈതർ കണ്ടുപിടിച്ചിരിക്കുന്നതും WTG മോട്ടറാണ്. അപ്പോൾ WTG മോട്ടൺ ഈതർ ഡിസ്കവർ ചെയ്തിട്ട് സക്സസ്ഫുള്ളി ഫസ്റ്റ് അനസ്തേഷ്യ കൊടുക്കുന്നത് 1846 ഒക്ടോബർ 16 അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഒക്ടോബർ 16 നമ്മൾ വേൾഡ് അനസ്തേഷ്യ ആയിട്ട് ആചരിക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞാൽ ദ അനസ്തേഷ്യ എന്ന് പറയുന്ന വാക്ക്, ആ വാക്ക് ആരാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ വാക്കിൻ്റെ അവകാശം ആർക്ക് നമുക്ക് കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും WTG മോട്ടൺ അല്ല. അത് നമുക്ക് കൊടുക്കേണ്ടത് എപ്പോഴും ഒലിവർ വെണ്ടർ ഹോംസിനാണ്. അനസ്തേഷ്യ എന്ന് പറയുന്ന വാക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒലിവർ വെണ്ടർ ഹോംസ് ആണ്. അതും കഴിഞ്ഞിട്ട് ബാലൻസ്ഡ് അനസ്തേഷ്യ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ശ്രദ്ധിക്കുക. ബാലൻസ്ഡ് അനസ്തേഷ്യ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ഇവർ രണ്ടുപേരുമല്ല, അത് കൊണ്ടുവന്നിരിക്കുന്നത് ലൂംബി ആൻഡ് വാട്ടറാണ്. അപ്പോൾ ബാലൻസ്ഡ് അനസ്തേഷ്യ കൊണ്ടുവന്നിരിക്കുന്നത് ലൂംബി ആൻഡ് വാട്ടറാണ്. അപ്പോൾ ഒരു ബേസിക് കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത ഒരു രണ്ടാമത്തെ സെക്ഷനിലോട്ട് പോവുകയാണ്, നമ്മുടെ ലാരിഞ്ചോസ്കോപ്പ്.
അപ്പോൾ ലാരിഞ്ചോസ്കോപ്പ് കണ്ടുപിടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ലാരിഞ്ചോസ്കോപ്പ് ആദ്യമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നത് ഷെവലിയർ ജാക്സൺ ആണ്. ലാരിഞ്ചോസ്കോപ്പ് ഷെവലിയർ ജാക്സൺ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ലോക്കൽ അനസ്തെറ്റിക് ആദ്യമായിട്ട് നമ്മൾ അനസ്തേഷ്യ സൈഡിൽ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ലോക്കൽ അനസ്തെറ്റിക് ഏതായിരുന്നു എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഉത്തരമാണ് അത് നമ്മുടെ കൊക്കെയിനാണ്. അപ്പോൾ കൊക്കെയിനാണ് നമ്മൾ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, ഒരു ലോക്കൽ അനസ്തെറ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ട് രണ്ട് മൂന്ന് സെൻറ്റൻസ് കൂടി ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ടോപ്പിക്കൽ അനസ്തേഷ്യ ആയിട്ട് ഉപയോഗിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാൾ കൊളറാണ്. അപ്പോൾ കൊക്കെയിനാണ് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ടോപ്പിക്കൽ അനസ്തേഷ്യ ആയിട്ട് കൊക്കെയിൻ യൂസ് ചെയ്തിരിക്കുന്നത് കാൾ കൊളറാണ്. എന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1884 കാൾ കൊളറാണ് ഫസ്റ്റ് ആയിട്ട് കൊക്കെയിൻ ടോപ്പിക്കൽ അനസ്തേഷ്യ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. എന്തിനാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും കേട്ടെങ്കിലും പരിചയം ഉണ്ടാവും. ഒരു ഒഫ്താൽമിക് സർജറിക്ക് വേണ്ടിയിട്ടാണ്, ഒരു കോർണിയൽ സർജറിക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതേ കൊക്കെയിനെ ഒരു ഇൻട്രാഡെർമൽ ഇൻഫിൽട്രേഷൻ അല്ലെങ്കിൽ ഒരു നെർവ് ബ്ലോക്ക് എന്നുള്ള രീതിയിൽ ഈ കൊക്കെയിനെ കൺവെർട്ട് ചെയ്ത് യൂസ് ചെയ്തിരിക്കുന്നത് വില്യം ഹാൾസ്റ്റർ ആണ്. അപ്പോൾ ഈ സെയിം കൊക്കെയിനെ തന്നെ ഒരു നെർവ് ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു ഇൻട്രാഡെർമൽ ഇൻഫിൽട്രേഷൻ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന വ്യക്തി വില്യം ഹാൾസ്റ്റർ ആണ്. അടുത്ത ഫാദർ ഓഫ് റീജിയണൽ അനസ്തേഷ്യ എന്നുള്ളത് ആരാണ്? അപ്പോൾ നമ്മൾ നെർവ് ബ്ലോക്ക് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അങ്ങനെയാണെങ്കിൽ റീജിയണൽ അനസ്തേഷ്യയുടെ ഫാദർ ആരെന്നുള്ളതാണ്. റീജിയണൽ അനസ്തേഷ്യ ഇൻവെന്റ് ചെയ്തിരിക്കുന്നത് ഓഗസ്റ്റ് ബെയർ ആണ്. റീജിയണൽ അനസ്തേഷ്യയുടെ ഫാദർ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഗസ്റ്റ് ബെയർ എന്ന് പറയാൻ സാധിക്കും. അത് കഴിഞ്ഞ് റീജിയണൽ അനസ്തേഷ്യ കഴിഞ്ഞിട്ട് അടുത്തൊരു ചോദ്യം, പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് മസിൽ റിലാക്സൻ്റ് ആണ്. ഫസ്റ്റ് മസിൽ റിലാക്സൻ്റ് ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഹറോൾഡ് ഗ്രിഫ്റ്റ് ആണ്. അപ്പോൾ കുരാരയെ മസിൽ റിലാക്സൻ്റ് ആയിട്ട് ക്ലിനിക്കൽ പ്രാക്ടീസിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഹറോൾഡ് ഗ്രിഫ്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്കെല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ, ഫസ്റ്റ് അനസ്തേഷ്യ മെഷീൻ ഇൻവെന്റ് ചെയ്തത് ആരെന്നതാണ്? എഡ്മണ്ട് ഗാസ്കിൻ ബോയിലാണ്. ഇന്നും നമ്മൾ ഉപയോഗിക്കുന്ന, ഇന്നും പല ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ളത്, ഇന്നും നമ്മൾ ഈ കാലഘട്ടത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പോലും സുപരിചിതമായിട്ടുള്ള ബോയ്സ് മെഷീനുണ്ട്. ആ ബോയ്സ് മെഷീൻ ഇൻവെന്റ് ചെയ്തിരിക്കുന്നത് എഡ്മണ്ട് ഗാസ്കിൻ ബോയിലാണ്. 1917 എഡ്മണ്ട് ഗാസ്കിൻ എന്ത് ചെയ്തിരിക്കുന്നത്? ഫസ്റ്റ് ബോയ്സ് മെഷീൻ ഇൻവെന്റ് ചെയ്തിരിക്കുന്നത്. റീജിയണൽ അനസ്തേഷ്യയുടെ ഫാദർ ആരാണെന്ന് പഠിച്ചായിരുന്നു? ഓഗസ്റ്റ് ബെയർ. അപ്പോൾ അത് റിലേറ്റ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ നിങ്ങൾക്ക് തരാം. ഫസ്റ്റ് സ്പൈനൽ അനസ്തേഷ്യ ഹ്യൂമൻസിൽ പെർഫോം ചെയ്തിരിക്കുന്ന വ്യക്തി ഓഗസ്റ്റ് ബെയർ ആണ്. ഹ്യൂമൻസിൽ ഫസ്റ്റ് സ്പൈനൽ അനസ്തേഷ്യ പെർഫോം ചെയ്തിരിക്കുന്ന വ്യക്തിയും ഓഗസ്റ്റ് ബെയർ ആണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കിലോട്ട് പോവുകയാണ്, നൈട്രസ് ഓക്സൈഡ്. ഹൂ ഈസ് ഡിസ്കവേർഡ് നൈട്രസ് ഓക്സൈഡ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പറയാൻ പറ്റുന്ന ഉത്തരം ജോസഫ് പ്രിസ്ലി എന്നുള്ളതാണ്. ആരാണ് ജോസഫ് പ്രിസ്ലി? അദ്ദേഹം ഒരു ഇംഗ്ലീഷ് കെമിസ്റ്റാണ്. അദ്ദേഹം 1772 നൈട്രസ് ഓക്സൈഡ് സിന്തസൈസ് ചെയ്യുന്നത്. അദ്ദേഹത്തിനെ പറ്റി പറയുമ്പോൾ മറ്റൊരു പോയിന്റ് കൂടി ഞാൻ നിങ്ങൾക്ക് തരാം. അതായത് അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റുകൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എയർ ഒബ്സർവേഷൻ നടത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിനെപ്പറ്റി അദ്ദേഹം റിസർച്ച് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം കണ്ടെത്തിയ ഒരു എയറാണ് ഡീഫ്ലോജിസ്റ്റിക്കേറ്റഡ് എയർ. എന്താണ് ഡീഫ്ലോജിസ്റ്റിക്കേറ്റഡ് എയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും അറിയാൻ കഴിയില്ല. പക്ഷേ ഈ ഡീഫ്ലോജിസ്റ്റിക്കേറ്റഡ് എയറിന് ലാവോസിയർ പിന്നീട് ഒരു പേര് നൽകി. അതാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. അതും ആരാണ്? ജോസഫ് പ്രിസ്ലിയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ജോസഫ് പ്രിസ്ലി കണ്ടുപിടിച്ചത്
ഡീഫ്ലോജിസ്റ്റേറ്റഡ് എയർ ആയിട്ടാണ് അതിന് ലാവോസിയർ പിന്നീട് ഓക്സിജൻ എന്നുള്ള പേര് നൽകുന്നത്. ഈ നമുക്ക് എല്ലാവർക്കും അറിയാം നൈട്രസ് ഓക്സൈഡിന് ഒരു അനാൽജസിക് പ്രോപ്പർട്ടി ഉണ്ട്. ഈ നൈട്രസ് ഓക്സൈഡിൻ്റെ അനാൽജസിക് പ്രോപ്പർട്ടി തിരിച്ചറിഞ്ഞതാണ് എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് കൊടുക്കാവുന്ന ഉത്തരം ഹംഫ്രി ഡേവി എന്നുള്ളതാണ്. ഹംഫ്രി ഡേവി 1800-ലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നൈട്രസ് ഓക്സൈഡിൻ്റെ അനാൽജസിക് പ്രോപ്പർട്ടി തിരിച്ചറിഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഹൊറാറ്റ് വെൽസാണ് ഈ അനാൽജസിക് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് നൈട്രസ് ഓക്സൈഡിൻ്റെ ഈ അനാൽജസിക് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് ഹൊറാറ്റ് വെൽസാണ് 1844 ക്ലിനിക്കലി ആദ്യത്തെ ഡെൻ്റൽ എക്സ്ട്രാക്ഷൻ ചെയ്തിരിക്കുന്നത്. ഈ നൈട്രസ് ഓക്സൈഡിൻ്റെ അനാൽജസിക് പ്രോപ്പർട്ടി ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നത് 1844 ഹൊറാറ്റ് വെൽസാണ്. ഒരു ഈതർ ഉപയോഗിച്ചിട്ടുള്ള ആദ്യത്തെ അനസ്തീഷ്യ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഈതർ അനസ്തീഷ്യ കൊടുത്തിരിക്കുന്നത് നമ്മുടെ WTG മോട്ടൺ ആണെന്ന് നമുക്കറിയാം. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഒരു അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക്, ഇന്നത്തെ സെക്ഷൻ്റെ ഒരു അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത, നമ്മൾ WTG മോട്ടനെ പോലെയോ അല്ലെങ്കിൽ ബോയ്സിനെ പോലെയോ നമ്മളെന്നും ഓർത്തിരിക്കേണ്ടതും നമ്മളെന്നും സ്മരിക്കുകയും ചെയ്യേണ്ട ഒരു വ്യക്തിയുടെ പേരാണ് അടുത്ത് പറയുന്നത്. പുള്ളിക്കാരൻ്റെ പേര് ഡോക്ടർ ആർച്ചി ബ്രെയിൻ എന്നുള്ളതാണ്. ആരാണ് ഡോക്ടർ ആർച്ചി ബ്രെയിൻ? ഡോക്ടർ ആർച്ചി ബ്രെയിനാണ് നമ്മൾ ഇന്നും യൂസ് ചെയ്യുന്ന, നമ്മൾ വളരെയധികം സ്നേഹിക്കുന്ന നമ്മുടെ ലാരിഞ്ച് മാസ്ക് എയർവേ LMA ഡിസ്കവർ ചെയ്തിരിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ LMA ഡിസൈൻ ചെയ്തിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ആർച്ചി ബ്രെയിനാണ്. ആർച്ചി ബ്രെയിൻ ലാരിഞ്ച് മാസ്ക് എയർവേ ഇൻ 1981 അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നത് LMA ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ അനസ്തീഷ്യ എന്ന് പറയുന്ന ഫീൽഡിൽ നമുക്ക് ഒഴിച്ചുകൂടാനാകാത്തതും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വസ്തുവാണ് ലാരിഞ്ചൽ മാസ്ക് എയർവേ. അപ്പോൾ ആ LMA ഡിസൈൻ ചെയ്തിരിക്കുന്ന വ്യക്തി ആർച്ചി ബ്രെയിൻ. അപ്പോൾ ഇന്നത്തെ സെക്ഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ അത് അറിയിക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.